മനുഷ്യന്മാർ വളരെ നല്ലവരായതുകൊണ്ടാണ് മനുഷ്യന്മാരെ നമുക്ക് എളുപ്പം പറ്റിക്കാൻ പറ്റുന്നത്. നാം വിചാരിക്കും വിവരമില്ലാത്തത് കൊണ്ടാണ് മനുഷ്യരെ നമുക്ക് പറ്റിക്കാൻ കഴിയുന്നത്. വിവരമില്ലാത്തത് കൊണ്ടല്ല ഓരോ മനുഷ്യന് പറ്റിക്കപ്പെടുന്നത്. അവര് മറ്റുള്ളവരിൽ വിശ്വസിക്കുന്നു, കാരണം അവർ നല്ലവരാണ്. ഞാൻ ഒരു കഥ പറയാം. ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് നായാട്ടിനായി പോയപ്പോ ഈ വനത്തിൽ പല മരങ്ങളിലും ടാർഗറ്റ് സർക്കിൾ വരച്ചിട്ട് അതിന്റെ കൃത്യം നടുക്ക് തന്നെ അമ്പെയ്ത് കൊള്ളിച്ചിരിക്കുന്നു. അദ്ദേഹം എണ്ണി ഏതോളം 100ഓളം ടാർഗറ്റ് സർക്കിളിന്റെ കൃത്യം നടുവിൽ തന്നെയാണ് അമ്പ് കൊണ്ടിരിക്കുന്നത്. രാജാവിന് അത്ഭുതമായി, ഇത്രയും വില്ലാളി വീരനായ ഒരാൾ എന്റെ നാട്ടിലോ, എന്നിട്ട് ഇതേവരെ എനിക്ക് അയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. അദ്ദേഹം ഉടൻ രാജകിങ്കർമാർക്ക് നിർദ്ദേശം നൽകി, ഈ വില്ലാളി വീരനെ എത്രയും വേഗം കണ്ടുപിടിച്ച് എന്റെ അടുത്ത് കൊണ്ടുവരിക. അവർ ഒരു പയ്യനെ കൊണ്ടുവന്നു. രാജാവിന് അതിസന്തോഷമായി. മിടുക്കനായ ഒരു പയ്യൻ. രാജാവിനെ അഭിനന്ദിച്ചു, കെട്ടിപ്പിടിച്ചു. അവനോട് ചോദിച്ചു, എടാ മിടുക്ക, ഇത്ര മനോഹരമായി കൃത്യമായി ഈ ടാർഗറ്റ് സർക്കിളിൽ അമ്പെയ്ത്ത് നീ എവിടെ നിന്നാണ് പഠിച്ചത്? ഇത്ര വില്ലാളി വീരത്വം നിനക്ക് എങ്ങനെയാണ് ലഭിച്ചത്? അപ്പൊ പയ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവേ, അത് വളരെ സിമ്പിളാണ്. ഞാൻ ആദ്യം അമ്പെയ്യും. അമ്പ് മരത്തിൽ എവിടെ കൊണ്ടാലും അതിനു ചുറ്റും ഞാനൊരു വട്ടം വരയ്ക്കും. അത്ര സിമ്പിളാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനെ നമുക്ക് ഫേക്ക് വിക്ടറി എന്ന് പറയാം. കൃത്രിമമായി സൃഷ്ടിച്ച വിജയം. വൃത്തം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അമ്പെയ്ത് കൊള്ളിക്കുകയാണ് യഥാർത്ഥ വിജയം. പക്ഷേ ഈ പയ്യൻ ചെയ്തത് എന്താണ്? ആദ്യം അമ്പെയ്യും, എന്നിട്ട് അതിനുശേഷം ഒരു വൃത്തം വരയ്ക്കും. ഇത് തന്നെയല്ലേ നാം ചുറ്റും കാണുന്നത്? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ സംഭവിച്ച കാര്യങ്ങളെ പിന്നെ ബിൽഡപ്പ് ചെയ്ത് കളറ് കൊടുത്ത് ഭംഗിയാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഈ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയയെയും നമ്മളെല്ലാം അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ എന്നെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഏത് തരക്കാരനാണ്, എൻ്റെ സ്വഭാവം എന്താണ്, ഞാൻ ഈ വാചകം അടിക്കുന്നത് പോലെ സത്യസന്ധനാണോ, ഇതൊന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞാനുമായി ചേർന്ന് നിൽക്കുന്നവർക്ക്, എന്നെ അടുത്തറിയാവുന്നവർക്ക് മാത്രമേ എൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകൂ. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടാടപ്പെടുന്ന എല്ലാ വിജയങ്ങളും എല്ലാ വ്യക്തിത്വങ്ങളും കറ കളഞ്ഞതാണെന്ന് നാം വിശ്വസിക്കരുത്. കാരണം മനുഷ്യന്മാർ നല്ലവരാണ്. നല്ലവരായ മനുഷ്യന്മാർ എളുപ്പം പറ്റിക്കപ്പെടുന്നു. സോഷ്യൽ മീഡിയ വ്യാപകമായതോടെ ധാരാളം തരത്തിൽ ആൾക്കാർ പറ്റിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവര്, നമ്മൾ ഓരോരുത്തർക്കും യഥാർത്ഥ വിജയം നേടാൻ നമുക്ക് കഴിയണം. ലക്ഷ്യം വരച്ചിട്ട് അതിൻ്റെ നടുക്ക് തന്നെ അമ്പെയ്യുന്നത് പോലെയാണ് ശരിയായ ലക്ഷ്യബോധത്തോടെ ജീവിക്കാൻ കഴിയുക എന്നതും.